ഇച്ചിരി വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഇച്ചിരി മഴ കുറവായിരിക്കും എന്ന് പറഞ്ഞു. ബാക്കി ജില്ലകളിലെല്ലാം ഭയങ്കര റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്ത സോണിയുടെ TV, അതായത് ഈ കിടക്കുന്ന 40 ഇഞ്ച് TV 40 KLV 40W672E, അത് നമ്മളൊന്നുകൂടെ ചെക്ക് ചെയ്യുകയാണ്. ഇന്ന് കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യുവാണ്. അപ്പം ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെ കയറ്റി വെക്കുവാണ്. ഇച്ചിരി കഴിഞ്ഞ് ആളെടുക്കാൻ വരും. അതുവരെ നമ്മൾ സേഫ് സ്ഥലത്തേക്ക് മാറ്റിയാലേ നമ്മുടെ മേശ നമുക്ക് ക്ലിയറായിട്ട് കിട്ടണം. സെറ്റ് ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം കണ്ടല്ലോ, മറ്റേത് ഓണാകലായിരുന്നു, അപ്പോൾ കംപ്ലൈൻ്റ് ഇല്ല. നമുക്കിത് പാക്ക് ചെയ്യാം. ഇതിൻ്റെ അഡാപ്റ്റർ തന്നെയാണിത്. ഓക്കെ, അപ്പോൾ ഈ സെറ്റ് നമുക്കിവിടെ ഒരു കളഞ്ഞ് ഞാൻ ആക്കിയിട്ടുണ്ട് വെക്കാൻ തക്കാലത്തേന്. നിറച്ച് സെറ്റ് ഇരിക്കുന്നതുകൊണ്ട് വെക്കാൻ തന്നെ ഇട കുറവാണ്. കഴിവതും തീരുമ്പോൾ എല്ലാവരും എടുത്തുകൊണ്ട് പോയാൽ ഞങ്ങൾക്കിവിടെ ഇടയുണ്ടാവും. താമസിക്കല്ലേ. ഓക്കെ, ഇത് ഇന്ന് തന്നെ കൊടുക്കും. അതും അതിൻ്റെ അഡാപ്റ്റർ അവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് ഈ ചീവിക്കിടുന്ന സാധനം മടക്കി വെക്കാം. അത് നല്ല വൃത്തിയുള്ളതായിരിക്കണം. നമുക്ക് ഹോം തിയേറ്റർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നിടത്തെ ഇത്രയും നല്ലത് വേണ്ട. ഇത് വളരെയധികം ക്ഷമയുള്ള ഒരു നല്ല കസ്റ്റമറുടെ സെറ്റാണ്. പുള്ളി എന്നെ വിളിച്ച് ഇതുവരെ ഇത് ശരിയാക്കാത്ത തീരാത്ത എന്നാന്ന് 1-2 പ്രാവശ്യം വിളിച്ചിട്ടുള്ളൂ. ഞാൻ ഒത്തിരി ടൈം എടുത്തു. അതുകൊണ്ട് എന്തു വന്നാലും ഇന്നിത് ഫിനിഷ് ചെയ്യുവാണ്. ഇതിൻ്റെ അവസ്ഥ കണ്ടോ, ഇതിൻ്റെ ബോർഡ് കംപ്ലീറ്റ് പാറ്റായും പല്ലിയും കയറി കംപ്ലീറ്റ് ബോർഡ് പോയൊരു സെറ്റാണ്. ഇതിനകത്ത് സ്പീക്കറിനും ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. സ്പീക്കറൊക്കെ സർവീസ് ചെയ്ത് ഇട്ടതൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് കാണും. ഇതാണ് ഇപ്പോൾ സ്പീക്കറൊക്കെ ഇപ്പോൾ പക്ക ആക്കിയിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഞാൻ ഒരു ഗ്ലാസ് ഡി ആംപ്ലിഫയർ കയറ്റാൻ പോവാണ്. പിന്നെ ഒറിജിനൽ കളഞ്ഞു, അത് കളഞ്ഞു, ഇത് കളഞ്ഞു എന്നൊന്നും പറഞ്ഞേക്കല്ല. ഒറിജിനലില്ല, ഒറിജിനൽ പോയി മരിച്ചു. ഇനി ഞാൻ എൻ്റെ ഐഡിയയിൽ ഒരു ചെറിയ പരിപാടികൾ നടത്താൻ പോവാണ്. അതിന് നിങ്ങൾക്കൊന്നും വിരോധമില്ലല്ലോ. അപ്പോൾ ഇതിലുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വലിച്ച് ദൂരെ കളയുന്നു. നമുക്കിവിടെ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ഇതും പിന്നെ ഇതുകൊണ്ട് ട്രാൻസ്ഫോമർ ഇച്ചിരി ആംബിയർ കുറവാണ്. 5 ആംബിയർ 10 വോൾട്ട് 5 ആംബിയർ എന്നൊക്കെ 18 വോൾട്ട് 1.9 ആംബിയർ എന്ന് എഴുതിയിട്ടുള്ളൂ. ഇത് ഓടുവോ വിൽക്കുമോ എന്ന് അറിയാൻ പറ്റിയില്ല. അല്ലെങ്കിൽ വിൽക്കുവാണെങ്കിൽ നമ്മുടെ മറ്റേ ഇത് വെക്കേണ്ടി വരും. 18 വോൾട്ട് 12 വോൾട്ട് 10 വോൾട്ട് 0.5 ആംബിയർ. ഒരു ആംപ്ലിഫയർ ബോർഡ് കൂടെ എടുക്കാവോ? നോണോ ജെൻസി? ഇതിനകത്ത് നമുക്ക് വേണ്ടതൊരു 12 വോൾട്ടോ 16 വോൾട്ടോ ഒക്കെയാണ് നമുക്ക് വേണ്ടത്. ഇതേ എലി കയറി മൊത്തം നശിപ്പിച്ചതാണ്.
അത് കഴിഞ്ഞ് വേറൊരിടത്ത് പണിയാൻ കൊടുത്തു. അവർക്ക് പക്ഷേ മുഴുവനായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയില്ല. അവരും കൂടെ ആയപ്പോഴത്തേക്ക് മൊത്തം പോയി. അതുകൊണ്ട് അത് കഴിഞ്ഞ് പിന്നെ എന്തോ ഒരു ചാനലൊക്കെ അവർ വർക്ക് ചെയ്യിച്ചെങ്ങാണ്ട് കൊടുത്തു. മൈക്കും ഒന്നും വർക്ക് ചെയ്യല എല്ലാം ആയിട്ട്. ആ കട്ടർ കഴിഞ്ഞെടുക്കോ, കട്ടർ അത് കട്ട് ചെയ്ത് വിടാണ്. ഇപ്പോൾ പഴയ മോസ്ഫെറ്റ് ട്രാൻസിസ്റ്ററൊക്കെയാണ്, ഒരു ഒന്നിനും കൊള്ളാത്ത ഒരു ആംപ്ലിഫയറൊക്കെ ആയിരുന്നു. തീരെ കേൾക്കാനൊന്നും ഒരു സുഖമില്ല. അതിനെ നമ്മൾ പറിച്ച് കളഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഡി ക്ലാസ് ആക്കുകയാണ്. ക്ലാസ് ഡി ക്ലാസ് അല്ല, ക്ലാസ് ഡി ആംപ്ലിഫയർ. ഇത് കണ്ടില്ല, ഇതിൻ്റെ കാലെല്ലാം ദ്രവിച്ച്. കെൽട്രോണിൻ്റെ കപ്പാസിറ്ററാണ്. ഞാൻ കെൽട്രോണിൻ്റെ കപ്പാസിറ്ററിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു. ഇത് കണ്ടോ, കാല് മുഴുവൻ തുരുമ്പെടുത്തിരിക്കുന്നുണ്ടോ കെൽട്രോണിൻ്റെ. പുതിയത് മാറിയിട്ടാരും. പണ്ട് ഫിലിപ്സിൻ്റെ കപ്പാസിറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫിലിപ്സിൻ്റെ കഴിഞ്ഞ് പിന്നെ നമുക്കിവിടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ കെൽട്രോൺ തന്നെ കേട്ടോ. അങ്ങനെ കുറ്റം പറയാൻ പറ്റത്തില്ല, കെൽട്രോൺ തന്നെയാണ്. ഈ ഫാനിൻ്റെ കപ്പാസിറ്ററൊക്കെ കെൽട്രോണിൻ്റെ കുറച്ച് നല്ലതാണ്. അതുകൊണ്ട് ഈ ഫാനിനൊക്കെ കെൽട്രോൺ ഇതല്ല, ആ ഫാനിന് കെൽട്രോണിൻ്റെ കപ്പാസിറ്റർ ഇട്ടാൽ പിന്നെ മുടിഞ്ഞ സ്പീഡാണ്, നല്ല പറന്ന് നിൽക്കും. 2.5 അത് കെൽട്രോൺ തന്നെ നമ്മൾ വിൽക്കുന്നു. എല്ലാത്തിനും ഒരു നല്ലതുകൊണ്ട് ചീത്തയുണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പോൾ നമുക്കൊരു 5 വോൾട്ട് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. ഇവിടെ 10 വോൾട്ടുണ്ട്. ആ 10 വോൾട്ട് വന്നിട്ട് ഇത് വന്ന് ഇവിടെ ഒരു ഡയോഡ് വഴി, ഇവിടെ ഡയോഡുണ്ട്, ഡയോഡ് വഴി വേണം അപ്പുറം കിടക്കാൻ. നോക്കട്ടെ, ഇതൊന്ന് കുത്തിക്കൊണ്ട് അതിൻ്റെ വോൾട്ടേജൊക്കെ വന്നെടുക്കാം. ആ മീറ്റർ ഇഞ്ഞെടുത്തു. എവിടെ 10 വോൾട്ട് വരുന്നുണ്ടെന്ന് ആദ്യം അറിയണമല്ലോ. ആ മീറ്റർ ചെയ്യാം. അപ്പോൾ അതിനെടുത്തു. ഇവിടെ 27 വോൾട്ട് വരുന്നുണ്ട്. പക്ഷേ 24 നമുക്ക് മതി. അത് കപ്പാസിറ്റർ ഉള്ളതുകൊണ്ട് 27 വരുന്ന, ശരിക്കും 18 വോൾട്ടാണ് കപ്പാസിറ്ററിൻ്റെ ചാർജ് കൊണ്ട് അത് നിൽക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, അത് എത്ര വോൾട്ട് വരുന്നുണ്ടെന്ന് നോക്കാം. അത് 15 വോൾട്ട് വരുന്നുണ്ട്. അത് വന്നിട്ട് അത് കപ്പാസിറ്റർ 15 കാണിക്കുന്ന കേട്ടോ. ഇതേ കിടന്നത് ഇമ്പോർട്ടർ കപ്പാസിറ്റർ. ആ കപ്പാസിറ്ററിന് കുഴപ്പമൊന്നും ഇല്ലാത്ത പോലെയാണ് കാണിക്കുന്നത്. 15 വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് വന്ന് ഈ റെഗുലേറ്ററിൻ്റെ നെഗറ്റീവ്, കപ്പാസിറ്റർ നെഗറ്റീവ് അവിടെ വന്നു. അതിൻ്റെ പോസിറ്റീവ് കറങ്ങി തിരിഞ്ഞ് ഇൻപുട്ടിൽ വന്നു. നോക്കട്ടെ. അപ്പോൾ ഇവിടെ ഒരു റെഗുലേറ്റർ 5 വോൾട്ട് ഇട്ട് കൊടുത്താൽ ഓക്കെ. അപ്പോൾ റെഗുലേറ്ററിൻ്റെ ഇത് പോസിറ്റീവ് ഇൻപുട്ട്, നടുക്കത്തെ കോമൺ ഔട്ട്പുട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇടണം. ഇങ്ങനെ ഇട്ടാൽ ഈ റെഗുലേറ്റർ ഇൻപുട്ട് വരും. ഇങ്ങനെ ഇടണം. അപ്പോൾ ഞാൻ ഊരിയിട്ട് ആ റെഗുലേറ്റർ ഒന്ന് ഫിറ്റ് ചെയ്യുവാണ്. ഓക്കെ. ആ ലൈൻ എങ്ങോട്ടൊക്കെയോ പോകുന്നതാണ്, പക്ഷേ അത് വേണ്ട, അതെല്ലാം ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട്. അത് വേറെ പ്രശ്നമൊന്നുമില്ല. 5 വോൾട്ട്. അതായത് നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ ഇൻപുട്ടും റൈറ്റ് സൈഡിൽ ഔട്ട്പുട്ടും നടക്ക് എർത്തുവാണേ എല്ലാ റെഗുലേറ്ററും. പിന്നെ നിൻ്റെ 79 എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. 7805 പോലെ തന്നെ 7905 ഉണ്ട്. അപ്പം നെഗറ്റീവ് വോൾട്ടേജാണ്. ഈ പോസിറ്റീവ് വോൾട്ടേജിനെ നെഗറ്റീവ് വോൾട്ടേജ് ആക്കി മാറ്റുന്ന ഒരു റെഗുലേറ്ററും കൂടെ ഉണ്ട് കേട്ടോ. അത് ഞങ്ങളുടെ കാലത്ത് സർവ്വസാധാരണമായിരുന്നു. ഇപ്പോൾ ഒരു പെട്ടി എടുത്ത് അപ്പോൾ ഇപ്പോൾ അതിനകത്ത് മൊത്തം നെഗറ്റീവ് വോൾട്ടേജിൻ്റെ ഇത് കിടക്കുന്നു. അപ്പോൾ അത് ഇപ്പോഴത്തെ കാലത്ത് അത്ര ആവശ്യമില്ല, നെഗറ്റീവ് വോൾട്ട് കുറവാണ്. ഉണ്ട്, അല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സാധനം കൂടെ ഉണ്ട്. അറിവില്ലാത്തവരുടെ അറിവിലേക്ക് പറയാം. 78 കൂട്ടിയുള്ളതെല്ലാം പോസിറ്റീവും 79 കൂട്ടി വരുന്നതെല്ലാം നെഗറ്റീവ് വോൾട്ടേജുമാണ്. ഒരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്താൽ അത് നെഗറ്റീവ് വോൾട്ടേജ് ആക്കി മാറ്റുന്ന റെഗുലേറ്ററാണത്. റിവേഴ്സ് അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുക്ക് എർത്ത്, കോമൺ
ഇത് ഔട്ട്പുട്ട്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ പറിച്ച് കളഞ്ഞ ആ കപ്പാസിറ്റർ, ഇപ്പോൾ കെൽട്രോണിൻ്റെ ഒരു കപ്പാസിറ്റർ പറിച്ച് കളഞ്ഞില്ലേ, അവിടുന്ന് ഔട്ട്പുട്ട് എടുക്കാം. ഒന്നുകൂടെ കുത്തി നോക്കാം. ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ സാധനമാണ് വെക്കേണ്ടത്. അപ്പോൾ പിന്നെയും 10,000 രൂപ മേളിൽ ചിലവ് കൂടും. ഇപ്പോൾ വോൾട്ടേജ് നോക്കുക. ടു 2.6 വോൾട്ടായിട്ട് കുറഞ്ഞത്. പറയുന്നു 13.46 വോൾട്ട് അവിടെ കാണിക്കുന്നുണ്ട്. ഇനി എൻ്റെ ഔട്ട്പുട്ടിൽ 12. വോൾട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കപ്പാസിറ്റർ നെഗറ്റീവ് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഇവിടെ 15 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ 5 വോൾട്ട് കണ്ടോ, 5 തന്നെ തയ്ച്ചില്ല, 4.954 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അവിടെ നിന്നൊരു 5 വോൾട്ട് എടുക്കണം. അതിനൊരു നല്ല വയർ എടുക്കാം. ഒരു റിബൺ വയർ തന്നെ എടുത്തേക്കാം. ആ റിബൺ വയർ ഉണ്ട്. ഇത്ര വയർ ഞാൻ എടുക്കുവാണ്. നമ്മൾ പോസിറ്റീവ് നെഗറ്റീവും ഈ വയർ എടുക്കുവാണ്. ആദ്യം നമ്മളിത് ചുമ്മാ പുറത്ത് വെച്ചൊന്ന് പാടിച്ചു നോക്കണം. ഇത് നമ്മൾ 5 വോൾട്ട് ഇവിടെ റെഗുലേറ്റ് എടുക്കുവാണ്. അതുകൊണ്ട് ഇവിടെ 5 വോൾട്ട് നമ്മളിവിടെ എടുത്തു. ശരിക്കും ആ പ്രിൻ്റ് ചരണ്ടി കൊടുത്ത് അതെന്നെടുത്താലും മതി, അതാകുമ്പോൾ ഇച്ചിരി വൃത്തിയായിട്ടിരിക്കും. അങ്ങനെ ചെയ്യാം. ഈ പ്രിൻ്റ് അങ്ങ് ചരണ്ടി കൊടുത്തിട്ടേ ഈ പ്രിൻ്റ് അങ്ങോട്ട് പിന്നെ പോകുന്ന ലൈൻ അപ്പോൾ കട്ട് ചെയ്ത് വിടണം. അതെങ്ങോട്ടൊക്കെ പോകുന്നു നമുക്കറിയാൻ പറ്റത്തില്ല. പ്രിൻ്റ് നമ്മളവിടെ കളഞ്ഞു. ഇനി ഇത് നെഗറ്റീവിനും പ്രിൻ്റ് കളഞ്ഞേക്കാം. ഇനി അതിൻ്റെ സപ്ലൈ ഓരോരുത്തോട്ടും പോകണ്ട. ഓക്കെ, ഇപ്പോൾ സപ്ലൈ അത് മാറ്റി. നമ്മൾ സേവിൻ്റെ ആവശ്യമില്ല. പോസിറ്റീവ് ഇപ്പറയാണ്. ഇവിടെ പിന്നൊക്കെ ഉണ്ടായിരുന്ന എല്ലാം ദ്രവിച്ചു പോയതാ. 9 വോൾട്ടായിട്ടിരുന്നു മാത്രം. 9 വോൾട്ട് താഴെ പോസിറ്റീവ്, നെഗറ്റീവ്.
ആ കപ്പാസിറ്റർ ഇച്ചിരി ഗേജുള്ള വയർ വേണം നമുക്ക് സപ്ലൈക്കും സ്പീക്കറിനും ഒക്കെ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഗേജുള്ളതൊക്കെ ഇവിടെ കൊടുക്കുകയാണ്. നിങ്ങളിതൊന്നും കണ്ട് വണ്ടടിക്കണ്ട. ഞാൻ പോസിറ്റീവും നെഗറ്റീവും നല്ലപോലെ ഈ സെറ്റ് ഇതിൻ്റെ ആംബിയർ ശരിക്കും ഇന്നലെ നമ്മൾ ആ സാംസങ്ങിൻ്റെ ചെയ്തപ്പോൾ കണ്ടല്ലോ, 5 വയറാണ്, നല്ല ഗേജുള്ള 5 വയറാണ്. അതിൻ്റെ പോസിറ്റീവ് 5 വയർ, നെഗറ്റീവിനും 10 വയറാണ് അവർ കൊടുത്തിരുന്നത്. നമുക്കൊരു 2 വയറെങ്കിലും കൊടുക്കണ്ടേ? അപ്പോൾ ഞാനിവിടെ ഒരു നീലയും കൂടെ കൊടുത്തു, ഒരു ചുമലയും കൊടുത്തു. ഞാൻ അടുത്ത ബോർഡ് ഒന്നും കൂടെ കയറ്റിയിട്ട് നോക്കാനാണ്. സ്പീക്കറും കൂടെ കൊടുത്താൽ ഇതിന് വിക്കൽ വരുമോ കുക്കൽ വരുമോ എന്നൊക്കെ ഒന്ന് അറിയണ്ടേ. എൻ്റെ ലെൻസും കൂടി ഇഞ്ഞെടുത്ത് ഞാൻ സ്വസ്ഥമായിട്ടൊന്ന് ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് ഞാൻ സപ്ലൈ കൊടുക്കുകയാണ്. DC പോസിറ്റീവിന് എപ്പോഴും പുറകിലത്തെ മണ്ടലത്ത് നോക്കണം. എൻ്റെ സ്പീക്കർ ഔട്ടിലൊരു
ഒരു ഒരു ചൈനീസ് ഇത് കാണുന്നുണ്ട്. അടിഭാഗത്ത് സ്പീക്കർ ഔട്ട് നെഗറ്റീവ് ഇവിടെ, പോസിറ്റീവ് ഇവിടെ, മണ്ടേ പോസിറ്റീവ് ഇവിടെ, നെഗറ്റീവ് ഇവിടെ എന്ന് ഒന്ന് തലതിരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാനത് ചെക്ക് ചെയ്തെടുത്ത്, ഞാൻ ഓൾറെഡി നോക്കിയെടുത്തു. നമുക്ക് പ്ലേ ചെയ്യുന്ന സമയത്ത് ഒരു മാനുവൽ വെച്ച് നമുക്കത് ചെക്ക് ചെയ്താൽ പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ആംബിയർ കിട്ടാൻ വേണ്ടിയിട്ട് 2 വയർ ഇട്ടെന്നുള്ളതേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. സോൾഡർ ചെയ്തേക്കാം. മര്യാദയ്ക്ക് അടങ്ങിയിരിക്കുകയാണെങ്കിൽ നമ്മൾ സോൾഡർ ചെയ്യും. DC പോസിറ്റീവ് എപ്പോഴും ചുമല വയറാണ് നല്ലത്. പോസിറ്റീവ് കൊടുത്തു. നെഗറ്റീവ് ഇവിടെ കയറ്റിയേക്കാം. നെഗറ്റീവ് ഒറ്റ വയർ, ഒരു നല്ല ഗേജുള്ള വയറായതുകൊണ്ട് അതിന് പ്രശ്നം വരികയില്ല. നല്ല ഗേജുള്ളൊരു വയർ കിട്ടി. കൊടുത്തു. ഞാൻ സ്പീക്കറോടെ കൊടുക്കണം. സ്പീക്കർ ഇതിൻ്റെ വയറ് തീരെ നൈസാണ്, അത് മാറണം, അല്ലെ ഒട്ട് വോളിയം കിട്ടുകയില്ല. മറ്റേ സ്കൂട്ടർ വരാം, വയലറ്റ് സ്കൂട്ടർ വരാം. ഇത് മുറുകുന്നില്ല. അതല്ല ഇവിടെ ഇപ്പം വണ്ണമില്ലാണ്ട് ഗേജില്ല എന്നിട്ടാണ്. അവർ ചില ഗേജ് പ്രതീക്ഷിക്കുന്നുണ്ട് കമ്പനി. ഗേജുള്ള വയറിന് കയറാനുള്ള തുണയാണ്. അവിടെ നമ്മൾ ഈ നൈസ് വയറും കൊണ്ട് ചെന്ന കാര്യമില്ല. ഇതെന്നെ കുഴപ്പം വേറെ ഇത് തിരിച്ചു കൊടുക്കണ്ട ലൈൻസി മൊത്തം ക്ലാവ് പിടിച്ച വെഡിങ് സാധനം. എന്തിനും ഇങ്ങനെയൊക്കെ വയറുണ്ടാക്കുന്നു? മാറണം. ഇതിൻ്റെ ഒരു ചാനൽ ഒരെണ്ണം ഇവിടെ ഉണ്ട്, അത് സപ്ലൈ. ഇത് ഒരു പോസിറ്റീവ്, പിന്നെ ഒരു നെഗറ്റീവ് വരണം. ഇൻപുട്ടിൻ്റെ ഒരു പോസിറ്റീവ്. ആ ഷീൽഡ് വരെ താഴെ കൊണ്ടുപോയി വെച്ചോ. കൊണ്ടുപോയല്ലേ? സിഗ്നൽ ഇൻപുട്ടിന് മാത്രമേ നമുക്ക് ഗേജൊക്കെ കുറവുള്ളത് മതി. പക്ഷെ സ്പീക്കറിനും ഇതിനും നല്ല ഇത് വേണം. ആംബിയർ ബേസ്ഡ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആംബിയർ പറഞ്ഞാൽ അതിൻ്റെ ക്ലാരിറ്റിയെ ബാധിക്കും. നല്ല ആംബിയറുള്ള സപ്ലൈയും വേണം, നല്ല ഗേജുള്ള വയറും വേണം. ഓക്കെ, മൈനസ് ഇവിടെ കൊടുക്കാൻ കൊണ്ടുവന്ന് ഓഡിയോ മൈനസ്.
Bluetooth mode paired. ഹായ് ഫ്രണ്ട്സ്, സോ പോലെ അറിവ് വേണമെങ്കിൽ 12 ഡാമേജ് വരത്തുമില്ല. കുഴപ്പമില്ല, ഫിറ്റ് ചെയ്താൽ മതി. കൺസോളൊന്നും ചൂടായി, ഒന്നും വിഷയമില്ല. ഇനി കണക്ഷൻ കൊടുക്കണം. ഈ സ്പീക്കർ കണക്ഷനുകൾ ഇനി കൊടുത്താൽ മതി. സാധനം ഓക്കെയാണ്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലേക്കുള്ള കണക്ഷൻ കൊടുക്കണം. ഫ്രണ്ടിലേക്ക് കുറേ വയറും പിന്നെ എല്ലാം ഉണ്ട്. ഇതിലോട്ട് കൊടുത്താലും മതി, വലിച്ചു പറിക്കാനൊന്നും നടക്കണ്ട. സ്പീക്കറൊക്കെ ഇതിലിടാം. ഇതിലിടുക. സ്ക്രൂ ചെയ്യുന്നത് എന്ത് സാധനം വെച്ചാണ്. ഇത് കംപ്ലീറ്റ് തുരുമ്പാണ്.
ഇവിടെ 2 സ്ക്രൂ ഉള്ളൂ പിന്നെ ഇതുള്ളത്. അപ്പോൾ ഇതിൻ്റെ പെൻഡ്രൈവ് 4 കണക്ഷൻ കൊടുത്താൽ അത് വർക്കാവും. മൈക്കിന് 2 വെക്കത്തില്ല. ഉം. പാനൽ കംപ്ലൈൻ്റ് ഉണ്ടോ? ഇല്ല, ഓണാകത്തില്ല. ബോർഡ് കയറാൻ കയറ്റിയതാണ്, അതിലെന്തൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. ഓക്കെ. ഓൾറെഡി ആ വയറ് പോയതാ, മനസ്സിലായില്ലേ? ഇത് കറിച്ചോ എവിടെയെങ്കിലും എർത്തൊക്കെയാണ്. പോസിറ്റീവ് ലൈൻ കിട്ടുന്നേ ഇല്ല, ഇവിടെ പോലും കിട്ടുന്നില്ല. ഇപ്പം കിട്ടി.
ഞാനൊന്ന് മൈക്ക് കിട്ടുമെന്ന് നോക്കാനാണ്. ജഷിയിലിട്ട് മൈക്കിൽ നിന്ന് എടുത്തോ. സ്പീക്കറൊന്നും കൊടുത്തിട്ടില്ല. സ്പീക്കറില്ലാതെ ഒരു കാര്യമില്ല. ആ ഇതനുസരിച്ച് അവർ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇത് ചെയ്യാൻ പറ്റും. മൈക്കെന്തി ഇനിതാ നോക്കട്ടെ. Bluetooth mode. Paired. ഹലോ മൈക്ക് ഓൺ ടെസ്റ്റിംഗ്. ഹലോ FM mode. AUX mode. Mic. ഹലോ Bluetooth mode. Paired. ഹലോ മൈക്ക് ഓൺ ടെസ്റ്റിംഗ്. ഷീൽഡ് ഇട്ട് മാത്രം എളുപ്പ വരികയില്ലായിരിക്കും. മൈക്കിന് ഷീൽഡ് വേണം. അപ്പോൾ ബ്ലൂടൂത്ത് മോഡിൽ തന്നെ ഇത് കിട്ടുമല്ലോ. അവ കിട്ടേണ്ടതാണല്ലോ. മൈക്കേ ഈ കെട്ടൊന്ന് അഴിച്ചു വെക്കാൻ പറ്റാതെ. ഹലോ സെറ്റിൻ്റെ ഫ്രണ്ടിലുള്ള മൈക്കിൻ്റെ പിന്നെ തന്നെ പിടിപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുപോലെ USB അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ ഒരു തുള പോലും ഇടാതെ നല്ല ഭംഗിയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുമേ. അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നൊരു ഭാഗമാണ് ഈ കാണുന്നത്. ഹലോ 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 ഹലോ
ഹലോ ഹലോ ഹലോ വരുന്നില്ല. അതൊരു വീഡിയോ ഇട്ടിട്ട് കാര്യമുണ്ട്. അതൊക്കെ ഞങ്ങളുടെ പിള്ളേരിടുന്ന ചേട്ടനിടുന്ന ഇതൊരു കപ്പാസിറ്റർ കംപ്ലൈൻ്റ് ആയല്ലോ. കപ്പ് വരിയെന്നുള്ളൂ. കണക്ഷൻ പോയിട്ടില്ല. അതെ, കവറിലിട്ടില്ലുള്ള കുഴപ്പമേ. കുഴപ്പം വരുമോ അലൻസിന്? ഈ സാധനമേ എൻ്റെ മണ്ടയിലിങ്ങനെ നിർത്തണോ? അല്ല ഇപ്പുറത്തെ ഹീറ്റ് സിങ്കയിലേക്ക് വെച്ചാൽ അങ്ങനെ ചേരുന്നത് കറക്റ്റാണ്. ഒരു പീസ് മറ്റേ പ്ലാസ്റ്റിക് പീസ് ഒരെണ്ണം കൂടെ ഒട്ടിക്കണം. എനിക്കറിയത്തില്ല. അപ്പം ബോർഡ് രണ്ടും അങ്ങ് ഫിക്സ് ചെയ്യുകയാണ്. ബോർഡ് രണ്ടും ആ ഹീറ്റ് സിങ്കിലോട്ട് ഞാനങ്ങ് ഫിക്സ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റായി. ഈ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. ഇതാണ് ബോർഡ്. വരാത്തതിനൊക്കെ ഗ്യാപ്പൊക്കെ ഉള്ളതൊക്കെ ഫില്ല് ചെയ്ത് ഈസി ആയിട്ട് ചെയ്യാവുന്ന പരിപാടി ഇതാണ്. കാരണം അതിലൊക്കെ തുളയിട്ടൊക്കെ പിടിപ്പിക്കുമ്പോൾ ബോർഡിന് ഡാമേജ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
ഞാൻ പിന്നെ അവിടെ ഇരുന്നോളൂ, ഒരിടത്തോട്ടും പോകല. ഉണ്ടല്ലോ ഇത് 2 ബോർഡ്. ഇനി ഇതിൻ്റെ സപ്ലൈ ഞാൻ കൊടുക്കാൻ പോവാണ്. സപ്ലൈ അതായത് ഇച്ചിരി ഗേജ് കുറവാണ്, എന്നാലും ഒരെണ്ണം ഇത് കൊടുക്കുന്നു. അതുപോലെ ചെയ്യണം. അതായത് മുട്ട തീർത്താലും മതി. മാക്സിമം നീളം കുറച്ച് വേണം ഇത് കൊടുക്കാൻ. പോസിറ്റീവ് 2 വയർ വേണം കൊടുക്കും. പോസിറ്റീവ് ഇത് വൃത്തിയുണ്ട് ഇവിടെ. DC പോസിറ്റീവ് ഇപ്പറ. ഊരി പോരാൻ പാടില്ല. വലിച്ചാൽ ഊരാൻ പാടില്ല. കാരണം മണ്ണൊക്കെ ഉണ്ടെങ്കിലും നല്ല ടൈറ്റായാൽ വലിച്ചാൽ ഊരി വരികയില്ല. ഓക്കെ, അതിൻ്റെ നെഗറ്റീവും കൂടെ ഇവിടെ കൊടുക്കാം. അത്യാവശ്യം ഗേജ് ഉണ്ട് ഈ നെഗറ്റീവിന്. ഏറ്റവും പിടിച്ചു.
അതിൻ്റെ ഇത് ഇച്ചിരി ഏജ് കുറവാണ്, എന്നാലും വലിയ തെറ്റില്ല. നീളം കുറവായതുകൊണ്ട് ഇതാണെങ്കിലും മതി. നീളം ഇവിടെ കുറവാണ്. ഇതും നെഗറ്റീവ്. രണ്ടും കൂടെ ഒരു പത്തിക്കൂടെ ഇറങ്ങി വരുവാണെങ്കിൽ നല്ലതായിരുന്നു. അവനെ കഷ്ടിച്ച് ഇറങ്ങുമല്ല. അതിങ്ങോട്ട് എടുക്കുവാണെങ്കിൽ തുള ഇച്ചിരി ഒഴിക്കും, വലുതാക്കാൻ വേണ്ടി കാര്യങ്ങളാണ്. പൊടിക്ക് വലുതായി കൂടാ. ഇത് പോലെ കുറച്ചും കൂടെ ഇതാക്കണം.
നമുക്ക് ആ ഔട്ട്പുട്ട് സ്പീഡ് ഉണ്ടാക്കുവാണ്. അവിടെ ഒരു സോക്കറ്റായിരുന്നു, ആ സോക്കറ്റെല്ലാം അവരെടുത്ത് കളഞ്ഞു. അതുകൊണ്ട് ഞാൻ വേറൊരു സോക്കറ്റിൽ ഒപ്പിക്കുകയാണ്. ഒരു ഗേജുള്ള വയർ തന്നെ കൊടുക്കണം. അതൊന്ന് നോക്കിക്കോളൂ. ഓർഡർ പിടിപ്പിച്ച് കണ്ടല്ലോ, അടിപൊളി. അതിൻ്റെ കണക്ഷൻസ് എല്ലാം കൊടുത്തു. പുറത്തേക്കുള്ള സ്പീക്കറിനുള്ള കൊടുത്തു. എനിക്കൊരു പിന്ന് വേണമായിരുന്നു, താഴെ ഒരു മെയിൽ പിന്ന്, ഞാൻ കുത്തുന്ന മെയിലേ. ഞാൻ പറഞ്ഞതേ പോയി. പിന്നെ ഇവരിവിടെ റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്, നമുക്കത് ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ച് ആ റെസിസ്റ്ററിൻ്റെ ആവശ്യമില്ല, അത് നമ്മൾ ഒഴിവാക്കുകയാണ്. ഒരു ജമ്പർ ഇട്ട് വിട്ടു. അടുത്തതിനും വേണേൽ വിട്ടേക്കാം. അപ്പോൾ ഏത് മൈക്കേ കുത്തിയാലും പാടിക്കോളും. ഈ കട്ട് ചെയ്ത് വെക്കാനുള്ള ഒരു മടി കാരണമാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. എൻ്റെ ഒറിജിനലായിട്ട് തന്നെ ഇരിക്കാൻ ഇതിനിപ്പോൾ വെക്കാൻ ഇടയുണ്ട്. മറ്റേ സാംസങ് പോലെ ഇടയില്ലായ്കയില്ല ഇതിന്, ഇടയുണ്ട്. മറ്റേ ഇടയില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നേ. അപ്പം നമ്മൾ മൈക്ക് കുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മൈക്കിൻ്റെ ഓംസ് ഇവിടെ കാണിക്കും. ഓംസ് നോക്കിയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അതെ, അത് കണക്ഷനായി. ഓക്കെ, ഇതൊന്ന് വരും, ഇതിനില്ല. മാറ്റി ഇപ്പുറോട്ട് കുത്തിയാൽ വരുമെന്ന് നോക്കട്ടെ. വരികയില്ല, അത് വേറെ എന്തോ സപ്ലൈ ആണ്. ഇത് തന്നെയാണ് മൈക്കിൻ്റെ വരുന്ന ലൈൻ. അപ്പോൾ വരണമെങ്കിൽ രണ്ടായാലും കുത്തിയാൽ വരണമെങ്കിൽ പാരൽ ചെയ്താൽ മതി. ഷോർട്ട് ലൈനാണ്. ഇതിൻ്റെ ഇറക്കി കൊണ്ടാണ് അതിപ്പോൾ ഇവിടെ കുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് അടുത്ത് തന്നെയാണ്.
നമുക്ക് ഒരു മിനിറ്റ് ഇത് രണ്ടും മൈക്ക് അവർ പാരലായിട്ട് കൊടുത്തിട്ട് ഇത് വരുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഈ രണ്ടെണ്ണം കൊടുത്താൽ മതി. ഇത് അപ്പോൾ ഈ മൈക്കിൻ്റെ ഇതിൻ്റെ ലൈൻ കൊടുക്കുന്നത് ഇങ്ങനെ കൊടുത്തൊന്ന് നോക്കാം. കൊടുത്തു. മൈക്ക് പാടുമ്പോൾ നോക്കണമെങ്കിൽ ഇന്ന് കൊടുക്കണം. ഷീൽഡ് എടുക്കും. ഇവിടെ ഇവരുടെ ഷീൽഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനതൊന്നും എടുക്കുന്നില്ല, എല്ലാം പഴയതായതുകൊണ്ട്. ഇനിയിപ്പം അത് ഗ്ലാവ് പിടിച്ചെല്ലാം പക്ഷേ നല്ല ഒന്നാമത്തെ ഷീൽഡ് നമ്മുടെ ഇരിക്കുമ്പോൾ അത് മോണോയുമാണ്. ഇത് നമ്മുടെ സ്റ്റീരിയോ ഷീൽഡ് ഇരിക്കുന്നു. ഇതൊന്നെടുക്കാവോ? ഇത്ര മതിയായിരിക്കും. ഇത്ര കഴിയുമ്പോൾ ബോർഡും അടുത്ത അത്ര വരുമല്ലോ. അത് ഇച്ചിരി കൂട്ടി ഇട്ടേക്കാം. നമുക്ക് പിന്നെ ആണേലും വേറെ ഇതിന് ഉപയോഗിക്കാമല്ലോ. ഇത് കണ്ടല്ലേ, ഇതിൻ്റെ പെൻഡ്രൈവ് മുഴുവൻ തുരുമ്പ കംപ്ലീറ്റ്. അതൊന്ന് ഒറിജിനാലിറ്റൊന്നും വെക്കാൻ പറ്റിയില്ല. പെൻഡ്രൈവ് മുഴുവൻ തുരുമ്പ ഉണ്ട്. ഞാനിപ്പോൾ ക്ലീൻ ചെയ്തതാണ്. തുരുമ്പ് കട്ടയാണ്. അതിൻ്റെ പിന്ന് വരെ തുരുമ്പ. നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് 4 ദിവസം കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് റിപ്പീറ്റാവും. മനസ്സിലായി? ആയാലും നല്ല പുതിയൊരു പെൻഡ്രൈവ് ഇവിടെ എടുത്ത് വെക്കുമല്ലേ. ഓക്കെ, നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കുന്നേ. അത് നമ്മുടെ ഇത് 1 മണിക്കൂറിന് മേളിലായി. ഇപ്പോൾ 1 മണിക്കൂർ 7 മിനിറ്റോളമായി. അപ്പോൾ നമ്മൾ കുറച്ച് ഭാഗം കൂടെ ചെയ്തതിന് ശേഷം ഇതിവിടെ നിർത്തുകയാണ്. അതിനുശേഷം സെക്കൻഡ് പാർട്ടിലേ തീരത്തുള്ളൂ. എന്നാണേലും അതും ഒരു കുറേ ഉണ്ട്. ഇതിപ്പോൾ എല്ലാം ഒന്ന് അടുപ്പിച്ചെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഫുൾ ഫിനിഷ്ഡ് വർക്ക്
ഇന്ന് തന്നെ ഇട്ടേക്കാം, അല്ലെങ്കിൽ നാളെ തന്നെ ഇട്ടേക്കാം. രണ്ടും തള്ളുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നെക്സ്റ്റ് പാർട്ട് ഉടൻ തന്നെ ഉണ്ടായിരിക്കും. ഇത് പാർട്ട് 1 ആണ്. ഫോൺ വിളിക്കുകയില്ല. ഇത് ലെഫ്റ്റ് സൈഡ് റെഡാണ്, റെഡ് ലെഫ്റ്റാണ്, ലെഫ്റ്റ് റെഡ്, റൈറ്റ് വൈറ്റ്, വൈറ്റാണ്. ഷീൽഡാണ് നമ്മുടെ എർത്ത്, അത് നടുക്കത്തേതാണ് എർത്ത്. നടുക്കത്തേതാണ് എർത്ത്. അത് നമ്മൾ ഷീൽഡ് വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഷീൽഡ് വയറിൻ്റെ ആവശ്യമില്ല എങ്കിലും നമ്മൾ ഷീൽഡ് വയർ തന്നെ യൂസ് ചെയ്യുകയാണ്. കാരണം ഇത്ര നീളമുള്ളത് കൊണ്ടേ ഷീൽഡാണേലും ഒരുവിധ നോയ്സോ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. പിന്നെ അങ്ങനെ ക്ലാവ് പിടിക്കുകയോ ഒന്നുമില്ല. നമുക്ക് വേണ്ട ബ്ലോവർ എടുത്തുകൊണ്ട് വരണം. ബ്ലോവർ എടുത്തു. ഇതിപ്പോൾ നമ്മൾ എടുത്തതെന്ന് പറഞ്ഞാൽ ലൈൻ ഇന്ന് കൊടുക്കാനുള്ളതാണ്. അതിവിടെ ഉണ്ട് ലൈൻ ഇന്ന്. പിന്നെ നമ്മൾ ലൈനിൻ, പിന്നെ ഇതിൻ്റെ സപ്ലൈ ആണ്. ലൈനിനായി ഇനി സപ്ലൈ. അതൊരു നീളമുള്ള വയർ വേണം സപ്ലൈ കൊടുക്കാൻ. പോസിറ്റീവ് നെഗറ്റീവ്. അപ്പം ഞാനൊരു സപ്ലൈക്ക് ഇവിടെ എഡ്ജ് മഞ്ഞയും പച്ച എടുക്കുവാണ്. മഞ്ഞയും പച്ച ചെറു നീളത്തിലങ്ങ് എടുക്കുവാണ്. പിന്നെ വ്യത്യാസം കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇതിനകത്ത് വളരെ രസകരമായ സംഭവമുണ്ട്. പോസിറ്റീവ് പച്ചയും മഞ്ഞ നെഗറ്റീവായിട്ടാണ് ഇവിടെ സപ്ലൈ എടുത്തിരിക്കുന്നത്. അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ 2-3 സ്ലീവ്, ഒരു 3-4 ടൈപ്പ് ഇവിടെ എടുത്ത് വെച്ചു. ഈ മൊത്തം സ്ലീവ് കളിയാണ്. സ്ലീവ് എടുത്തു.